2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം തെണ്ടി തിരിഞ്ഞ് വന്നേക്കുണ്ടോ. വിശന്ന് വലഞ്ഞ് അറ്റി വന്നതാണ്. മഴയും വെയിലും ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ വിശന്ന് വലഞ്ഞ് ഹീറ്റിംഗ് ഒക്കെ ആയിട്ട് തെണ്ടി തിരിഞ്ഞ് വന്നത്. ഞങ്ങൾ നാട് വിട്ട് പോയിന്ന്. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ചു ഞാൻ സ്നേഹപ്രകടനമാണേ. ഞാൻ കുടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ കരച്ചിൽ ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ എടുത്ത് ഇങ്ങനെ നിൽക്കണം. കുറേ നേരമായിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിക്കുന്നു. അച്ചോ ഓ ഒന്നും കാണിക്കില്ല അമ്മയൊന്നും പറയല്ലേ. ഓ ചപ്പി ഓഹോ എന്തൊരു സ്നേഹപ്രകടനമാ. 2 ദിവസം അമ്മക്ക് സങ്കടം വന്നില്ല. അമ്മയ്ക്ക് ഓ ഓ അമ്മയ്ക്ക് സങ്കടം വന്നില്ല. അമ്മയ്ക്ക് സങ്കടം അമ്മേനെ പറ്റി അമ്മേനെ പറ്റി ചിന്തിച്ചോണേ. ഓ അയ്യോ അയ്യോ അമ്മേനെ പറ്റി ചിന്തിച്ചോണേ. അമ്മേനെ പറ്റി ചിന്തിച്ചോ. ഇവർക്ക് ഹീറ്റിങ്ങിൻ്റെ സമയം നമ്മളെ പറ്റിയൊന്നും ചിന്തയില്ലല്ലോ. അവർ വേറെ ലോകത്തായിരിക്കും. നമ്മളല്ലെങ്കിൽ അങ്ങനെയല്ലേ. മനുഷ്യന്മാർക്കാണല്ലോ ഫീലിങ്സ് ഏറ്റവും കൂടുതൽ. ഇവർക്ക് വിശന്നപ്പോൾ ഇവർ വന്നു. ഇവർ ഓർക്കില്ലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഇവർ ആ ടൈമിൽ വിശക്കുമ്പോൾ മാത്രമാണല്ലോ നമ്മളെ ഓർക്കുന്നത് അല്ലേ. വിശക്കുമ്പോൾ മാത്രമല്ലേ നീ അമ്മേനെ ഓർത്തത്. അല്ലടാ അല്ലാണോ തന്നെ മോള് കയറി കേട്ടോ. ഇതാണ് പരിപാടി. ഇതാണ് ഇത് മുടി കണ്ടിച്ച് പറത്ത്. ഇവന് മാത്രമേ ഉള്ളൂ തൈലം പരട്ടാൻ പറ്റില്ല, വിക്സ് പരട്ടാൻ പറ്റില്ല. അവിടെയൊക്കെ പിടിച്ച് പോടും. കൈ എടുത്തോട്ട് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിടക്കും. അങ്ങനെ കിടന്നോളും. അങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിടക്കും. അതങ്ങനെ കിടന്നോളും. ചീത്ത പറഞ്ഞത് അങ്ങനെ പിന്നെ അങ്ങനെ കിടക്കും. വേണമെങ്കിൽ വൈകുന്നേരം വരെ അങ്ങനെ കിടക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണത്. അടി ചീത്ത പറഞ്ഞാൽ അങ്ങനെ കിടന്നോളും. സുന്ദരിനെ കൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതാ അവിടെ പോലെ